എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ട്രേസർ എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മേജർ ഇൻഗ്രീഡിയൻസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ മേജർ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ലൈം 62%, സിലിക്ക 22%, ലൈം 68%, സിലിക്ക 32%, സിലിക്ക ആൻഡ് അലുമിന, ലൈം ആൻഡ് അയൺ. അപ്പോൾ പോർട്ട്ലാൻഡ് സിമെൻറ്റിലെ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്നാണ് ഇതിലത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ലൈം 62% ആൻഡ് സിലിക്ക 22%, അതാണ് പോർട്ട്ലാൻഡ് സിമെൻറ്റിലെ മേജർ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമെൻറ്റിലത്തെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിമെൻറ്റിലെ ഇൻഗ്രീഡിയൻസ് ലൈം 62%, സിലിക്ക 22%, അലുമിന 5%, കാൽഷ്യം സൾഫേറ്റ് 4%, iron oxide 3%, magnesium 2%, സൾഫർ ആൻഡ് ആൽക്കലീസ് 1%. അങ്ങനെ ടോട്ടൽ 100%. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക. നമ്മുടെ സിമെൻറ്റിലത്തെ മേജർ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുള്ള ഒരു ടേബിളാണ്. അതിൽ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ലൈമാണ്. ലൈം 62% ആണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കോമൺ admixture യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദ ഇനീഷ്യൽ സെറ്റ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന അഡ്മിക്സ്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ജിപ്സം, കാൽഷ്യം ക്ലോറൈഡ്, മിക്സ്ചർ ഓഫ് ബിറ്റുമിൻ ആൻഡ് ഇനേർട്ട് മെറ്റീരിയൽ, ബൈ പ്രൊഡക്റ്റ് ഓഫ് ബിറ്റുമിൻ. ഇതിൽ ഏതാണ് കോൺക്രീറ്റിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? കാൽഷ്യം ക്ലോറൈഡ് ആണ് കോൺക്രീറ്റിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ജിപ്സം എന്ന് പറയുന്നത് ഒരു റിറ്റാർഡർ ആണ്. ഓക്കെ, അപ്പോൾ ആക്സിലറേറ്റർ ഏതാണ്? കാൽഷ്യം ക്ലോറൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീസണിങ് ഓഫ് ടിമ്പർ ഈസ് റിക്വയർഡ് ടു. എന്തിനാണ് സീസണിങ് ഓഫ് ടിമ്പർ ഉപയോഗിക്കുന്നത്? സോഫ്റ്റൻ ദ ടിമ്പർ, ഹാർഡൻ ദ ടിമ്പർ, സ്ട്രെങ്തൻ ദ ടിമ്പർ, റിമൂവ് സാപ്പ് ഫ്രം ദ ടിമ്പർ. സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് സാപ്പ് ഫ്രം ദ ടിമ്പർ. ടിമ്പറിലെ സാപ്പ് റിമൂവ് ചെയ്യണതിനെയാണ് സീസണിങ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് സീസണിങ് ഉണ്ട്, നാച്ചുറൽ സീസണിങ്ങും ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. അപ്പോൾ അങ്ങനെ സാപ്പ് റിമൂവ് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ വെയിറ്റ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി റിമൂവ് സാപ്പ് ഫ്രം ദ ടിമ്പർ ആണ് സീസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സെമി റിജിഡ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് DPC, ഡാം പ്രൂഫ് കോഴ്സ്. DPCക്ക് ഉപയോഗിക്കുന്ന സെമി റിജിഡ് മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബിറ്റുമിൻ, മെറ്റൽ ഷീറ്റ്, മാസ്റ്റിക് അസ്ഫാൾട്ട്, നൺ ഓഫ് ദി എബവ്. ഇതിൽ സെമി റിജിഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മാസ്റ്റിക് അസ്ഫാൾട്ട് ആണ്. DPCക്ക് ഉപയോഗിക്കുന്ന സെമി റിജിഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മാസ്റ്റിക് അസ്ഫാൾട്ട് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റംബർ ഈസ് യൂസ്ഡ് ടു കോട്ട്. ഡിസ്റ്റംബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എക്സ്റ്റേണൽ കോൺക്രീറ്റ് സർഫസ്, ഇൻറ്റീരിയർ സർഫസ് നോട്ട് എക്സ്പോസ്ഡ് ടു വെതർ, വുഡ് വർക്ക്, കോമ്പൗണ്ട് വാൾ. ഡിസ്റ്റംബർ ഈസ് യൂസ്ഡ് ടു കോട്ട് ഇൻറ്റീരിയർ സർഫസ് നോട്ട് എക്സ്പോസ്ഡ് ടു വെതർ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റംബർ ഉപയോഗിക്കുന്നത് ഇൻറ്റീരിയർ സർഫസിലാണ്, നോട്ട് എക്സ്പോസ്ഡ് ടു വെതറിലാണ്. ആ കേസിലാണ് നമ്മൾ ഡിസ്റ്റംബർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കറക്ഷൻ ഫോർ സാഗ്. സാഗ് കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് അഡിറ്റീവ്, ഓൾവേസ് സബ്സ്ട്രാക്റ്റീവ്, ഓൾവേസ് സീറോ, സംടൈംസ് അഡിറ്റീവ് ആൻഡ് സംടൈംസ് സബ്ട്രാക്റ്റീവ്. കറക്ഷൻ ഫോർ സാഗ് എന്ന് പറയുന്നത് എന്താ? ഓൾവേസ് സബ്സ്ട്രാക്റ്റീവ് ആണ്. സാഗ് കറക്ഷൻ ഈസ് എ സബ്സ്ട്രാക്റ്റീവ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറക്ഷൻസ് ഉണ്ട്. അതിൽ വരുന്നൊരു മേജർ കറക്ഷനാണ് സാഗ് കറക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് സബ്സ്ട്രാക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഓഫ് ലെവലിംഗ്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഓഫ് ലെവലിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതാ? ലെസ് ആക്യുറേറ്റ് ദാൻ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ്, ഈസ് നോട്ട് suitable for leveling with the tilting level, quicker and less tedious for large number of intermediate site, provides a check on the reduction of intermediate point levels. അപ്പോൾ ലെവലിങ്ങിലെ രണ്ട് മെത്തേഡാണ്, ഒന്ന് റൈസ് ആൻഡ് ഫോൾ മെത്തേഡും അടുത്തത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും. അതിൽ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിലാണ് നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം വരുന്നത്, അതായത് ഇൻ്റർമീഡിയറ്റ് ചെക്കും കൂടെ വരുന്നത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡിലാണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൽ അത് വരില്ല. റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ വരുന്നൊരു എക്സ്ട്രാ ചെക്കാണ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെവലിങ്ങിൻ്റെ രണ്ട് മെത്തേഡാണ്, റൈസ് ആൻഡ് ഫോൾ മെത്തേഡും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീരീസ് ഓഫ് യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെൻറ്റ്സ്. സീരീസ് ഓഫ് യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്റ്റീപ്പ് സ്ലോപ്പ്, ജെൻറ്റിൽ സ്ലോപ്പ്, യൂണിഫോം സ്ലോപ്പ്, പ്ലെയിൻ സർഫസ്. ഇതിൽ ഏതിനെയാണ് സീരീസ് ഓഫ് യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിഫോം സ്ലോപ്പിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലോപ്സിനെ നോക്കാം.
നമ്മുടെ സ്ലോപ്പ് ഓഫ് ഹില്ല് ജെൻറ്റിലാണെങ്കിൽ, അതായത് കോണ്ടൂർ ലൈൻസ് സ്പേസ്ഡ് ഫാർ അപ്പാർട്ടാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ഹില്ല് എന്ന് പറയുന്നത് ജെൻറ്റിലായിരിക്കും. കോണ്ടൂർ ലൈൻസ് സ്പേസ്ഡ് ഫാർ അപ്പാർട്ടാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ഹില്ല്, അതായത് ഹിൽ അതെന്ന് പറയുന്നത് ജെൻറ്റിലാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ ആണെങ്കിൽ അതെന്തായിരിക്കും? സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും. ഈവൻലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്ലോപ്പ്. അപ്പോൾ യൂണിഫോംലി സ്പേസ്ഡ് ആണെങ്കിൽ യൂണിഫോം സ്ലോപ്പ്. സ്റ്റീപ്പ് എന്ന് പറയുന്നത് ഇത് കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ ആണെങ്കിൽ സ്റ്റീപ്പ് ആയിരിക്കും. കോണ്ടൂർ ലൈൻസ് ഫാർ അപ്പാർട്ടാണെങ്കിൽ ജെൻറ്റിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാൻഡിലിവർ ക്യാരിങ് എനി ടൈപ്പ് ഓഫ് ലോഡ്. അതായത് ഒരു കാൻഡിലിവറിൻ്റെ എൻഡിൽ, ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് പോയിന്റ് ലോഡായിരിക്കാം, യൂണിഫോംലി വാരിയിങ്ങോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡോ ഒക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അതിൻ്റെ ഫ്രീ എൻഡിലുള്ള കാൻഡിലിവർ ഫ്രീ എൻഡിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? 0 ആണോ, മിനിമം ആണോ, മാക്സിമം ആണോ, ഈക്വൽ ടു ദി ലോഡ് ആണോ? ഓപ്ഷൻ എ 0. കാൻഡിലിവറിൻ്റെ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് എപ്പോഴും ഏത് ടൈപ്പ് ലോഡാണെങ്കിലും 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ ഈസ് ജനറലി ചെക്ക്ഡ് വിത്ത്. ഒരു ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ എന്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്? റേഞ്ചിങ് റോഡ്, സ്കെയില്, ബോണിങ് റോഡ്, ലെവലിംഗ് സ്റ്റാഫ്. ഇതിൽ റേഞ്ചിങ് റോഡ്, സ്കെയില്, ലെവലിംഗ് സ്റ്റാഫ് ഒക്കെ സർവേയിങ്ങിൽ വരുന്നതാണ്. ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബോണിങ് റോഡ്. ഓക്കെ, ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ ജനറലി ചെക്ക്ഡ് വിത്ത് ബോണിങ് റോഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹെഡിങ് ഓഫ് വാട്ടർ എബവ് ഇറ്റ്സ് നോർമൽ ലെവൽ വൈൽ പാസിങ് അണ്ടർ ദ ബ്രിഡ്ജ്. ആ ഹെഡിങ് ഓഫ് വാട്ടറിന് എന്താ പറയുന്നത്? ക്ലിയറൻസ്, ഫ്രീ ബോർഡ്, എഫ്ലക്സ്, സ്കൗർ. ഹെഡിങ് ഓഫ് വാട്ടറിന് പറയുന്ന പേര് എഫ്ലക്സ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു പ്രിവെൻറ്റ് വാട്ടർ ഫ്രം എൻറ്ററിങ് ആൻ ഏരിയ വേർ എ പെർമനൻറ്റ് സ്ട്രക്ചർ ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ്. ഓക്കെ, അതായത് ഒരു പ്രത്യേക ഏരിയയിലേക്ക് വാട്ടറിൻ്റെ എൻട്രി തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ടെമ്പററി സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? റീടൈനിങ് വാള്, റിവർ ട്രെയിനിങ് വർക്ക്, വിങ് വാള്, കോഫർ ഡാംസ്. വാട്ടറിൻ്റെ എൻട്രി തടയാനുള്ള ടെമ്പററി സ്ട്രക്ചറിനെ പറയുന്ന പേര് കോഫർ ഡാംസ് എന്നാണ്. റീടൈനിങ് വാളൊക്കെ എർത്തിനെ റീടൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. വാട്ടറിൻ്റെ എൻട്രി തടയാനുള്ളത് കോഫർ ഡാംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആക്ച്വൽ സൈസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ബ്രിക്ക്. സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ ആക്ച്വൽ സൈസ് എന്താ? 20x20x10, 19x9x9, 22x9x11, 22.9 × 11.2 × 7. ഇതിൽ ആക്ച്വൽ സൈസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 19x9x9 ആണ്. എന്നാൽ മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20x10x10 ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ സൈസ് 19x9x9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം പാർട്ടിക്കിൾ സൈസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ മാക്സിമം പാർട്ടിക്കിൾ സൈസ് എന്തായിരിക്കും? 5.25, 4.75, 4.25, 3.75. 4.75 ആണ് മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതായത് ബിലോ 4.75 CV കൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 4.75 റീറ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റിനെയാണ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ്. അതിൻ്റെ ഏറ്റവും ലോവർ ലെവൽ എന്ന് പറയുന്നത് ഈ 4.75 ആയിരിക്കും. അപ്പോൾ മാക്സിമം സൈസ് ഓഫ് ഫൈൻ പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് പാർട്ടിക്കിളിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 4.75 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഈസ് എ പോയിന്റ്. കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്നതിന് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പോയിന്റിനാണ് പറയുന്നത്? ഷിയർ ഫോഴ്സ് ചേഞ്ചസ് സൈൻ, ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ, ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം, ബെൻഡിങ് മൊമെന്റ് ഈസ് മാക്സിമം. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ, അതായത് ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ, ബെൻഡിങ് മൊമെന്റ് 0, ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.